ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻറ്റ് ഹോട്ടൽ. സോ ഇന്ന് ഞാൻ വണ്ടി വാഷിനായി കൊണ്ടുപോവാം. സോ വണ്ടി ഒന്ന് വാഷ് ചെയ്ത് ചെയിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ലൂബ് ചെയ്യണം. സോ വണ്ടി മേടിച്ചിട്ട് 500 മൈൽസ് കഴിഞ്ഞു. അപ്പം ഓരോ 500 മൈൽസ് കൂടുമ്പോഴത്തേക്ക് ചെയിനൊക്കെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തൊന്ന് ലൂബ് ചെയ്യണം. അപ്പം അതാണ് ഒരു ടാസ്ക്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു ബുക്ക് ഒന്ന് റിന്യൂ ചെയ്യണം ലൈബ്രറിയിൽ നിന്ന്. സോ ഗൈസ്, ഈ സ്ഥലം ഇത് വന്നിട്ട് ഗ്ലാസ്ഗോയുടെ സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡ് എന്ന് പറയുമ്പോൾ സൗത്തിലുള്ള സൈഡിന് ആണ് നമ്മൾ ഇവിടെ ജനറലി സൗത്ത് സൈഡ് എന്ന് പറയും. പിന്നെ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അങ്ങനെ. അപ്പം സൗത്ത് സൈഡിലെ ഒരു ഏരിയ, ഇവിടുത്തെ ഫ്ലാറ്റ്സും ഇവിടുത്തെ ചില കാഴ്ചകളും. സോ ലൈബ്രറി എത്താറായി. സോ ഇവിടെ ഒന്ന് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഒന്ന് റിന്യൂ ചെയ്തിട്ട് ഞാൻ വേഗം വരാം. സോ ഗൈസ്, ഞാൻ ബുക്ക് റിന്യൂ ചെയ്തു. ഇനി വണ്ടി വാഷ് ചെയ്യാൻ കൊണ്ടുപോകാം. സോ ഇതാണ് ഇവിടുത്തെ കുറച്ച് സൗത്ത് സൈഡിലെ കുറച്ച് ഫ്ലാറ്റുകൾ. ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ്. ആക്ച്വലി ഇന്നലെ ഞാൻ വണ്ടി വാഷിനെ ഇറക്കിയതായിരുന്നു. പക്ഷേ ഞാൻ വാഷിന് സ്ഥലത്തെത്തിയതും മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറി. പിന്നെ ഇതിപ്പം രണ്ടാമത്തെ ദിവസം. ഇന്നിപ്പം ക്ലൈമറ്റ് കുഴപ്പമില്ല, അത്യാവശ്യം സണ്ണിയൊക്കെയാണ്. അപ്പം പെട്ടെന്ന് കൊണ്ടുപോയി വാഷ് ചെയ്തിട്ട് വരാമെന്ന് വെച്ചു. സോ ഈ ഒരു ഏരിയയെ പറ്റി പറയുവാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഇതിനെ സംബോധന ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കരയൊന്ന് വേറെയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ മോസ്റ്റ്ലി പാകിസ്ഥാനീസാണ്, പിന്നെ റൊമാനിയൻസും പിന്നെ ജിപ്സികൾ അങ്ങനെയുള്ളവരാണ്. അപ്പം ഇവിടെ ഇപ്പം എന്ത് തോന്നിയാസും ആൾക്കാർ കാണിക്കാറുണ്ട് ഇവിടെ. അപ്പം ഇവിടെ അങ്ങനെ ആരും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാറില്ല. സോ ഇവിടെ ഉള്ളൊരു പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിലും ഉള്ളൂ. സോ നമ്മൾ സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇനി ഈ മെഷീൻ വർക്ക് ചെയ്യുമോ നോക്കണം. ഈ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, ഡെഡ് ആണെന്ന് തോന്നുന്നു. ഇനി അപ്പുറത്തെ സൈഡിൽ വണ്ടി കൊണ്ടുപോകണം. സോ ഇത് വർക്ക് ചെയ്യാണ്. സോ ഇന്ന് നമുക്ക് ഇവനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കാം.
സോ ഗൈസ്, നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇനി നേരെ വീട്ടിൽ പോയി അവിടെ നിന്ന് ലൂബ് എടുക്കുക, പിന്നെ ലൂബ് അടിക്കുക. ലൂബ് റൂമിലിരിക്കുന്നു. 3rd ഫ്ലോർ വരെ കയറാൻ മടിയായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് ബാൽക്കണി വരെ ലൂബ് അങ്ങ് എറിയാൻ. ഇല്ല ഇട്ടോ, ഇല്ല ഇട്ടോ, കുഴപ്പമില്ല. ഗുഡ് ജോബ്. ഇതൊക്കെ വീഡിയോയിൽ ഇടുന്നുണ്ട്. പൊട്ടി, അടപ്പ് പൊട്ടി. സോ എൻ്റെ ബൈക്കിൽ സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല. സോ ലൂബ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. സോ ഞാനിങ്ങനെ അടിച്ചിട്ട് പിന്നെ വണ്ടി ഒന്ന് ഫ്രണ്ടിലോട്ടോ അല്ലെങ്കിൽ ബാക്കിലോട്ടൊക്കെ തള്ളിയിട്ട് പിന്നെ അടിക്കണം, അല്ലാണ്ട് വേറെ വഴിയില്ല. So guys, until next time, ride safe and enjoy the journey. I'm glad he couldn't switch me on.